ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. ഏത് പഠിക്കണം എന്തെങ്കിലും നമ്മൾ മുമ്പിൽ പറഞ്ഞു എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏത് ബുക്ക് ഏത് ഗൈഡ് നമ്മൾ വാങ്ങിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സിന് ഇപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആവുന്ന കാര്യം. ഇപ്പോൾ നമ്മളൊരു PSC സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ പോകുന്നത് ബിഗിനേഴ്സായിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു ബാച്ചിൽ കയറുകയാണെങ്കിൽ കുഴപ്പം വരില്ല. അല്ലെങ്കിൽ എല്ലാവരും പഠിച്ചിരിക്കുന്ന അതിൻ്റെ ആ ബാച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ തരുന്ന ഒരു 10-15 പേജ് അല്ലെങ്കിൽ ഒരു ഗൈഡ് എടുക്കുകയാണെങ്കിലും 10-20 പേജ് ഒക്കെ ആയിരിക്കും പഠിക്കാനായിട്ട് തരുന്നത്. അപ്പോൾ നമ്മൾക്ക് അത്രത്തോളം അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഗ്രാസ്പിംഗ് പവർ ഉണ്ടാകുമെന്ന് വരില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചിലവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു ദിവസം ഒരു 5 പേജോ 10 പേജൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അവരുടെ ആ ലെവലിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അത് എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമ്മൾ ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പഠിച്ച് തുടങ്ങിയവരല്ല, ബിഗിനേഴ്സ് അതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് നല്ലതായിരിക്കും. പ്രീവിയസ് ഇയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്ക് വാങ്ങിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം നമുക്ക് എങ്ങനെയാണ് PSC ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് അറിയില്ല ആർക്കും. ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ മോഡൽ വരികയാണ്, എന്താണെന്ന് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആ ക്വസ്റ്റ്യൻ മോഡലിലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ആ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കരിയർ ഗൈഡൻസിൻ്റെ ഒരു ബുക്കാണ്, പ്രീവിയസ് ഇയറിൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ നല്ല ബുക്കാണ്. 2017 മുതലുള്ള 2022 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ അനുബന്ധങ്ങളും കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആവും നമ്മളുടെ ഗ്രാസ്പിംഗ് പവർ. ആദ്യം ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു 2 പേജ് പഠിക്കണം, ഒരു 10-15 ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ പിറ്റേ ദിവസം അടുത്ത ദിവസം എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം രാവിലെ എഴുന്നേറ്റതും അതിന് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. ആ 15 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 15 ക്വസ്റ്റ്യൻ പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്യുക. അതിനുശേഷം ബാക്കി അടുത്ത പേജുകളിലേക്ക് പോവുക. അപ്പോൾ ആദ്യ ദിവസം ഒരു 15 ക്വസ്റ്റ്യനാണ് പഠിച്ചതെങ്കിൽ പിറ്റേ ദിവസം അതിൽ നമുക്കൊരു 30 ക്വസ്റ്റ്യൻസ് ആക്കുക. അങ്ങനെ ഒരു പറ്റുന്ന അല്ലെങ്കിൽ 30-20 ക്വസ്റ്റ്യൻസ് ആക്കുക. അങ്ങനെ ഇപ്പോൾ 2 പേജിൽ നിന്നാണെങ്കിൽ ഒരു 3 പേജ് ആക്കുക, അടുത്ത ദിവസം ഒരു 3 പേജ് ആക്കുക. അങ്ങനെ ഓരോ ദിവസം വർദ്ധിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാസ്പിംഗ് പവർ നമുക്ക് കൂടുതലായിരിക്കും. ഏറ്റവും നമ്മൾ തുടക്കക്കാർ പഠിച്ചു തുടങ്ങാൻ എളുപ്പം എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചതിന് ശേഷം നമ്മൾ ഗൈഡിലേക്ക് പോവുകയാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. കാരണം ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ആ മോഡൽ നമുക്ക് പഠിക്കാൻ സിമ്പിളായിരിക്കും. 2023 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ടെലഗ്രാം ചാനലുകളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് PDF ആയിട്ട് നെറ്റിൽ നിന്നൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും വെച്ച് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ അത് പഠിക്കുക. അപ്പം എങ്ങനെയാണ് എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ പഠിക്കാൻ നോക്കുക. പിന്നെ അതിന് ശേഷം ചെയ്യേണ്ടത് നമുക്ക് ഗൈഡിലേക്ക് പോകാം. ഓക്കെ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അനുബന്ധം കുറച്ചുണ്ടാവും. അപ്പോൾ അതുമായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളതല്ല നിങ്ങൾക്ക് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണെന്നൊന്ന് നോക്കി പഠിച്ചാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ആ പോർഷൻ കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയറിൽ നമ്മൾ തുടക്കക്കാർ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്, എവിടെ പഠിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അതിനുശേഷം നമുക്ക് ഗൈഡിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മുമ്പിൽ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് രീതിക്കാണ് പഠിച്ചു തുടങ്ങുന്നത്, അതായത് ബിഗിനേഴ്സ് എങ്ങനെ പഠിച്ചു തുടങ്ങണം, അതുപോലെ ഏത് ഗൈഡാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.